പിശാചിനെ പരാജയപ്പെടുത്തി, തോൽപ്പിച്ചു, ആയുധം വെപ്പിച്ച് കീഴടക്കി എന്ന് അവിടെ പറയും. ആയുധമില്ലാത്തവനാക്കി. അപ്പൊ പിശാചിന് പരമാവധി ദൈവമക്കളുടെ അടുത്ത് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് എന്താണ്? അതായത് ഒരു നാട്ടില് ഭരണപക്ഷവുമുണ്ട്, പ്രതിപക്ഷവുമുണ്ട്. പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ തോറ്റ കക്ഷിയാണ്. ഭരണപക്ഷം എന്ന് പറഞ്ഞാൽ ജയിച്ച കക്ഷിയാണ്. പിശാച് ആരാണ്? പിശാച് തോറ്റ കക്ഷിയാണ്. പ്രതിപക്ഷം നശിച്ചിട്ടില്ല, തോറ്റെങ്കിലും അവര് നശിച്ചിട്ടില്ല. അവർക്ക് നിയമസഭയിൽ കയറാം. അവര് ഭരണം കിട്ടിയില്ലെങ്കിലും നിയമസഭയിൽ കയറാം. പ്രതിപക്ഷമാണ് അവർ, പ്രതിപക്ഷം. അപ്പോ ഈ സാത്താൻ തോറ്റ കക്ഷിയാണ്, പ്രതിപക്ഷമാണ്, പ്രതിപക്ഷം. അതുകൊണ്ട് അവന് ഭരണമില്ല, അവൻ തോറ്റ്. കർത്താവ് എന്ത് ചെയ്തു? കുരിശിൽ അവനെ ആയുധം വെപ്പിച്ച് കീഴടക്കി. അതുകൊണ്ട് സാത്താന് പരമാവധി ചെയ്യാൻ പറ്റുന്നത് അലറാൻ പറ്റും. മനസ്സിലായി? അലറുന്നതാണ് ഈ കാണുന്നത്. അലറുന്നത് അവന് സഹിക്കാൻ പറ്റാതെ വരുമ്പോഴാണ്. അലറുമ്പോ കണക്ക് കൂട്ടിക്കോണം. ദൈവമക്കളുടെ വീടിന്റെ വാതിൽക്കൽ വലിയ ദൈവകൃപകൾ വന്ന് നിൽക്കുന്നത് സാത്താൻ കാണുമ്പോഴാണ് അവൻ അലറുന്നത്. സന്തോഷ വാർത്ത ഇതാണ്. സന്തോഷ വാർത്ത, അവൻ അലറുന്നെങ്കിൽ നിങ്ങൾ ദൈവമക്കള് സന്തോഷിച്ചോണം. കാരണം ഇന്ന് രാത്രി നിങ്ങൾക്ക് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത ദൈവപ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുമെന്ന് അവന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൻ അലറുന്നത്. അങ്ങനെ അലറുന്നവൻ എന്ത് സംഭവിക്കും? അങ്ങനെ സാത്താൻ അലറിക്കൊണ്ട് വന്നാൽ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? ന്യായാധിപന്മാർ 14:5 വായിച്ചോളുക. സാംസൺ മാതാപിതാക്കന്മാരോട് കൂടെ തിമ്നായിലേക്ക് പോയി. അവിടെ ഒരു മുന്തിരിത്തോപ്പിലെത്തിയപ്പോൾ ഒരു സിംഹക്കുട്ടി അവന്റെ നേരെ അലറിക്കൊണ്ട് വന്നു. കർത്താവിന്റെ ആത്മാവ് അവനിൽ ശക്തമായി ആവസിച്ചു. കർത്താവിന്റെ ആത്മാവ് അവനിൽ ശക്തമായി ആവസിച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവ് പെട്ടെന്ന് അവന്റെ മേൽ വന്നു. പെട്ടെന്ന്. എത്ര പെട്ടെന്നാണ് വന്നതെന്ന് അറിയണമെങ്കിൽ അടുത്ത വാക്യം വായിക്കുക. ആയുധം കൂടാതെ ആട്ടിൻകുട്ടി എന്ന പോലെ അവൻ ആ സിംഹത്തെ ചീന്തിക്കളഞ്ഞു. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, സിംഹം അലറിക്കൊണ്ട് വന്നപ്പോൾ, സിംഹത്തിന്റെ പ്രത്യേകത സ്വിഫ്റ്റ് എന്ന വാക്ക്, ഫാസ്റ്റ്, പെട്ടെന്നാണ് സിംഹം അടിക്കുന്നതും സിംഹം ചാടി വീഴുന്നതും. സ്ലോ മോഷനിലല്ല. അത് സിനിമയെ മാത്രമേ ഉള്ളൂ. അതായത് മനുഷ്യന് ചിന്തിക്കാൻ പറ്റുന്നതിന്റെ വേഗത്തിൽ അവൻ